എപ്പോഴും നമ്മളെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് പ്രതീക്ഷ. വെടിനിർത്തൽ പ്രതീക്ഷകളിൽ പതുക്കെ ജീവിതം തിരിച്ചു പിടിക്കാൻ ശ്രമിക്കുകയാണ് ഗസ മുനമ്പിലെ പാവപ്പെട്ട ജനങ്ങൾ. എല്ലാം നഷ്ടപ്പെട്ട് മരണത്തെ നേർക്കുനേർ കാണുന്ന ഒരു ജനത അവസാനമായി ആഗ്രഹിക്കുന്നത് എന്തായിരിക്കുമെന്ന് നമ്മൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഗസയിൽ നിന്നും ആളുകൾ എഴുതിയ കുറിപ്പുകൾ നിരന്തരം പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഹൃദയം ഉലച്ചു കളയുന്ന കുറിപ്പുകളാണ് അവയെ. കൺമുമ്പിൽ മരിച്ചു വീഴുന്ന സ്വന്തം ബന്ധുക്കളും സഹോദരങ്ങളും ഒക്കെ അവിടുത്തെ സാധാരണ കാഴ്ചയായിരുന്നു. റഫ അതിർത്തിയിലെ അനുഭവങ്ങൾ ഗസ സ്വദേശിയായ മഹമ്മൂദ് ജൗദ എഴുതിയിട്ടുണ്ട്. ആ കുറിപ്പിലെ ഒരു ഭാഗം ഇങ്ങനെയാണ്: റഫയിലെ ഒരു കൂടാരത്തിനുള്ളിൽ വെളിച്ചമുണ്ട്. പുറത്തു നിന്നും ഒരു റേഡിയോ വെച്ചത് കേൾക്കാം. അതിൻ്റെ ഉടമസ്ഥൻ വെടിനിർത്തലിനെ കുറിച്ച് പരന്ന വാർത്തകൾ ശരിയാണോ എന്ന് തിരയുകയാണെന്ന് തോന്നുന്നു. ശരിക്കുള്ള വാർത്തകളൊന്നും ഏറെ നേരമായി കിട്ടാഞ്ഞപ്പോൾ കൂടാരത്തിലെ വെളിച്ചം മങ്ങി. ബാറ്ററി തീർന്ന് ആ മനുഷ്യൻ ഉറങ്ങിയെന്ന് തോന്നുന്നു. ജീവിതത്തിലെ ആഗ്രഹങ്ങളെല്ലാം ഇല്ലാതായ മനുഷ്യർ അവസാനമായി ഒരു കുഴിമാടമെങ്കിലും ആഗ്രഹിക്കില്ലേ? അതുപോലും കിട്ടാതെ ആയിരങ്ങൾ ഗസയിൽ മരിച്ചുപോയി. എനിക്കൊരു കുഴിമാടം വേണം, എൻ്റെ മൃതദേഹം തെരുവിൽ അഴുകുന്നത് എനിക്കിഷ്ടമല്ല എന്ന വരിയിലാണ് ഗസയിൽ നിന്നുള്ള കവിയും പരിഭാഷകനുമായ ബത്തൂൽ അബു എഴുതിയ കവിത അവസാനിക്കുന്നത്. ഒരു കുഴിമാടം പോലും ഉണ്ടാകുമെന്ന ഉറപ്പില്ലാതെ ഒരു ജനത ജീവിതത്തിലേക്ക് പതുക്കെ തിരിച്ചു വരാൻ ശ്രമിക്കുകയാണ് ഗസയിൽ. പ്രതീക്ഷ എന്ന വാക്കിന് ഏറ്റവും അർത്ഥം കൽപ്പിക്കുന്ന ഒരു ചെറിയ ഇടം, മനുഷ്യൻ പുഴുക്കളെപ്പോലെ മരിച്ചു വീണ ഒരിടം. ആ ഇടം ഗസ മുനമ്പ് എന്നും ലോക മനുഷ്യരുടെ സമാധാനകാംക്ഷികളുടെ ഉള്ളിലുണ്ടാകും. ഗസയെക്കുറിച്ച് ആലോചിക്കുക, ഗസയെക്കുറിച്ച് ഓർമ്മിക്കുക. ഇത്തരം യുദ്ധങ്ങൾ ഈ നാട്ടിൽ ഉണ്ടാകരുത്, ഈ ഭൂമണ്ഡലത്തിൽ ഉണ്ടാകരുത് എന്ന ചിന്തയോടെ നമുക്ക് ഇന്നത്തെ മോർണിംഗ് ഷോ തുടങ്ങാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.